പള്ളിക്കുറപ്പുണർന്ന ദേവിക്ക് ആറാട്ട് നമ്മുടെ മണ്ഡപത്തിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വെളുപ്പാക്കാലത്ത്. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ കുങ്കുമം, കൺമഷി, മഞ്ഞൾപ്പൊടി ഒന്നും അകത്ത് പ്രവേശിപ്പിക്കാറില്ല. എന്നാൽ ആറാട്ടിൻ്റെ അന്ന് ഈ ഒരു ദിവസം മാത്രമാണ് ഈ ദ്രവ്യങ്ങളെല്ലാം അകത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭഗവതിയമ്മയുടെ തിടമ്പിന് പല അഭിഷേകങ്ങൾ കഴിഞ്ഞ് മഞ്ഞൾ ആറാട്ടും കഴിഞ്ഞ് കണ്ണെഴുതി കുങ്കുമം കൊണ്ട് പൊട്ട് തൊട്ട് ഒരു മുഴം മുല്ലപ്പൂവും ചൂടിച്ചാണ് ഭഗവതിയെ ഒരുക്കുന്നത്. പൂജയും നിവേദ്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തിടമ്പ് മുല്ലപ്പൂ മാത്രം തിരിച്ച് മണ്ഡപത്തിൽ ഉപേക്ഷിച്ച് തിടമ്പ് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എഴുന്നള്ളിക്കും. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ദേവിക്ക് അഭിഷേകവും കഴിയും. വൈകുന്നേരമാണ് നമ്മുടെ കൊടിയിറങ്ങൽ. ഏകദേശം ഒരു 8 മണിയോടുകൂടി കൊടിയിറങ്ങും. ആ സമയത്ത് ആനയൂട്ടുണ്ട്. ശേഷം നെറ്റിപ്പട്ട ഒന്നുമില്ലാത്ത ആന ദേവിയെ കോലവുമില്ലാണ്ട് വെറും തിടമ്പ് മാത്രം ഏറ്റി നമ്മുടെ കുളപ്പരയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കും. നമ്മുടെ കുളത്തിലാണ് ബാക്കിയുള്ള ആറാട്ട് ചടങ്ങുകളെല്ലാം. അതിനുശേഷം എല്ലാവർക്കും മഞ്ഞൾപ്പൊടി, തീർത്ഥമെല്ലാം പ്രസാദം കിട്ടുന്നതാണ്. ഇതേ സമയം നമ്മുടെ ശ്രീകോവിലിൻ്റെ അകത്ത് നമ്മുടെ വിഗ്രഹത്തിനും ഈ പറഞ്ഞ മഞ്ഞൾ ആറാട്ടും നടക്കും. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വിശ്വാസമാണ്, ആറാട്ട് കഴിഞ്ഞ് ആറാട്ടുകടലിൽ നിന്നും എഴുന്നള്ളുന്ന ദേവി വളരെ ചൈതന്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എല്ലാ ഭക്തജനങ്ങളും തൊഴുത് നമസ്കരിക്കാറുണ്ട്. ആനപ്പുറത്ത് കയറി പിന്നെ പഞ്ചവാദ്യത്തോടു കൂടിയാണ് വീണ്ടും എഴുന്നള്ളിക്കുന്നത്. ആ സമയം വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. എല്ലാ ഭക്തജനങ്ങളും പറ്റുവാണെങ്കിൽ ചേരാനല്ലൂർ അമ്പലത്തിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദേവിയോട് പറയാവുന്നതും അനുഗ്രഹം നേടാവുന്നതും സമയമാണ്. തുടർന്ന് പഞ്ചവാദ്യത്തോടു കൂടി ദേവിയെ നമ്മുടെ നടപ്പരയിലേക്ക് എഴുന്നള്ളിക്കും. ഞങ്ങളുടെ അമ്പലത്തിലെ കൊടിക്കൽപ്പറ വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കാൻ ദേവിക്ക് കൊടിക്കൽപ്പറ നേരുന്നത് പ്രധാനം. ആറാട്ടുനാൾ 9 പ്രദക്ഷിണമാണ്. ശേഷം ഭഗവതിയമ്മയുടെ തിടമ്പ് തിരിച്ച് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. തുടർന്ന് മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ ഉള്ളിൽ നടക്കുന്നു. അങ്ങനെ ഒരു കൊല്ലത്തെ ഉത്സവം അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദേവി കന്യകയായി തുടർന്നതെന്ന് ചോദിച്ചാൽ, ഐതിഹ്യം അനുസരിച്ച് ദുർഗാദേവിയുടെ ശക്തി കന്യകാ രൂപത്തിൽ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദേവിയുടെ ശക്തി കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനാൽ നിശ്ചയിച്ച് ദേവിയുടെ വിവാഹം മുടക്കുന്നത്. അപ്പോൾ ഈ സങ്കല്പത്തോടു കൂടി ആണ് ഞങ്ങളുടെ ഉത്സവം നടക്കുന്നത്. ഒരു കൊല്ലം ഇനി ഒരു കാത്തിരിപ്പാണ് അടുത്ത ഉത്സവത്തിന് വേണ്ടി. എല്ലാവർക്കും നമസ്കാരം.